അസ്സലാമലൈക്കും. ഫ്രഞ്ച് ഫ്രൈസ് ക്രിസ്പി ആയിട്ട് വീട്ടിലുണ്ടാക്കുന്ന രീതിയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് 2 ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞതിന് ശേഷം വൃത്തിയാക്കിയിട്ട് ഇതേ കാണുന്ന രീതിയിൽ കഷ്ണങ്ങളാക്കുക. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കുക. 10 മിനിറ്റിന് ശേഷം ഇത് വെള്ളത്തിൽ നിന്നും മാറ്റിയെടുക്കുക. പിന്നെ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്കാണ് നമ്മൾ മാറ്റി കൊടുക്കുന്നത്. ഈ വെള്ളത്തിൽ കിടന്ന് ഇത് തിള വരുന്നതോടുകൂടെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൽ നിന്നും ഉരുളൻകിഴങ്ങ് ഊറ്റി മാറ്റിയെടുക്കുക. ഇതിലെ വെള്ളം വാർന്നതിന് ശേഷം ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്കോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലേക്കോ മാറ്റണം. കോട്ടൺ തുണിയിലേക്കോ ടിഷ്യൂ പേപ്പറിലേക്കോ ഇട്ടതിന് ശേഷം ഇത് മറ്റൊരു തുണി കൊണ്ടോ പേപ്പർ കൊണ്ടോ ഇതിലെ വെള്ളം മുഴുവനായും തുടച്ചു നീക്കണം. ഇതിന് ശേഷം ഇത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്കായിട്ട് 1.5 ടീസ്പൂൺ കോൺഫ്ലവർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ശേഷം ഇത് നന്നായി ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം കിഴങ്ങെടുത്തിട്ട് ഇങ്ങനെ തിളച്ച വെള്ളത്തിലിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം ഈ പറഞ്ഞ പൊടികൾ ചേർത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ പറഞ്ഞ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ ക്രിസ്പിയും ക്രഞ്ചിയുമായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡിയായി കിട്ടും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.